എൻ വാസുവിനെ സത്യസന്ധനെന്ന് പ്രകീർത്തിച്ച കടകംപള്ളി എ പത്മകുമാറിനും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ? സത്യം പുറത്തു വരുമ്പോൾ തന്നെക്കാൾ ബന്ധമുള്ളവർ മറുപടി പറയേണ്ടി വരുമെന്നതിലൂടെ ആരെയാവും പത്മകുമാർ ഉദ്ദേശിച്ചത്? ദേവസ്വം മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വന്തം നിലയ്ക്കൊരു സ്വർണ്ണക്കടത്തിൽ തലവെച്ചു കൊടുക്കുമോ? പ്രേക്ഷകരെ, നിങ്ങളൊക്കെ കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിൻ്റെ മൂല്യമാവും കണക്ക് കൂട്ടുന്നത്. ഇവിടെ സ്വർണത്തിൻ്റെ വിലയല്ല വിഷയം, മറിച്ച് അയ്യപ്പൻ്റെ കൈവശമിരുന്ന അസൽ വസ്തുക്കളുടെ ആൻറ്റീക്ക് മൂല്യമാണ്. അതിന് ഈജിപ്റ്റ് പോലുള്ള രാജ്യാന്തര വിപണികളിൽ മില്യൺസാണ് വില. നമ്മുടെ പോറ്റി അവിടെയൊക്കെ പോയിട്ടുണ്ട്. പോറ്റി പത്മകുമാറിൻ്റെ വീട്ടിലെ സന്ദർശകനായിരുന്നു. പോറ്റിയാണ് വാസുവിൻ്റെ മകളുടെ വിവാഹ നടത്തിപ്പുകാരനായത്. പോറ്റിയുടെ പുളിമാത്ത വീട്ടിൽ സുരേന്ദ്രൻ സന്ദർശകനായിരുന്നു. വെഞ്ഞാറമൂടിനടുത്തുള്ള ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചായിരുന്നത്രേ ഇരുവരുടെയും കൂടിയാലോചനകൾ. കേരളത്തിന് പുറത്തും ഇവർ സമാഗമിച്ചിട്ടുണ്ട്. ഇനി പോറ്റി ഇടനിലക്കാരനായി നിന്ന് കേരള പോലീസിന് ഒരു ആംബുലൻസിൻ്റെ താക്കോൽ കൈമാറിയ ചടങ്ങിൽ പിണറായി പങ്കെടുത്തത് എന്തിനായിരുന്നു? പിണറായി ഇതുപോലുള്ള എത്ര പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്? പൊതുവെ ആരോടും വാതുറക്കാൻ താല്പര്യപ്പെടാത്ത പി വിജയൻ പോറ്റിയോട് മിണ്ടിപ്പറയാൻ ഉത്സാഹം കാണിച്ചത് എന്തിനാ? പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ സത്യം തെളിയുമ്പോൾ ആരൊക്കെ മറുപടി പറയേണ്ടി വരും?